പ്രൈസ് ലോർഡ്. സിയോൺ ബൈബിൾ കിസാൻ പ്രോഗ്രാം ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം ബൈബിളിൽ നിന്നും ചില പൊതു ചോദ്യങ്ങളാണ്. നമുക്ക് വേണ്ടി ചോദ്യങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത് സിസ്റ്റർ ഷുഫാസ് കറിയ. ആദ്യത്തെ ചോദ്യം: ഞാൻ ബൈബിളിലെ അപ്രധാന സ്ത്രീ കഥാപാത്രം. എനിക്ക് ഒരു ജോലി ഉണ്ടായിരുന്നു, മറ്റൊരാളുടെ കീഴിൽ ജോലി ചെയ്തിരുന്നു. സത്യം പറഞ്ഞതുകൊണ്ട് ജോലി നഷ്ടപ്പെട്ടു. ഞാൻ ആരാണ്? ഉത്തരം: വെളിച്ചപ്പാടത്തിയായിരുന്ന സ്ത്രീ. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായം 16-19 വാക്യങ്ങൾ. അടുത്ത ചോദ്യം: നിങ്ങൾ കാഹളനാദം കേൾക്കുന്നിടത്ത് ഞങ്ങളുടെ അടുക്കൽ വന്നു കൂടിക്കൊള്ളുവിൻ. നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഇത് ആരുടെ വാക്കുകളാണ്? ഉത്തരം: നെഹമ്യാവിൻ്റെ. നെഹമ്യാവിൻ്റെ പുസ്തകം 4-ാം അധ്യായം 19-20 വാക്യങ്ങൾ. അടുത്ത ചോദ്യം: എങ്കിലും രാജാവ് ദൈവദൂതന് തുല്യനാകുന്നു. തിരുമനസ്സിലെ ഇഷ്ടം പോലെ ചെയ്തുകൊള്ളുക. ഇത് പറഞ്ഞത് ആരാണ്? ഉത്തരം: മെഫീബോശെത്ത്. 2 ശമൂവേൽ 19-ാം അധ്യായം 27-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം: നിങ്ങളുടെ നിമിത്തം എല്ലാവരുടെയും ധൈര്യം കെട്ടുപോയി. ഇങ്ങനെ പറഞ്ഞത് ആരാണ്? ഉത്തരം: രാഹാബ്. യോശുവയുടെ പുസ്തകം 2-ാം അധ്യായം 12-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം: ഇസ്രായേൽ അശേര പ്രതിഷ്ഠകളെ ഉണ്ടാക്കി യഹോവയെ കോപിപ്പിച്ചതുകൊണ്ട് ഓടവെള്ളത്തിൽ ആടുന്നത് പോലെ അവർ ആടത്തക്കവണ്ണം യഹോവ അവരെ അടിച്ച് അവരുടെ പിതാക്കന്മാർക്ക് താൻ കൊടുത്ത ഈ നല്ല ദേശത്തു നിന്ന് ഇസ്രായേലിനെ പറിച്ചെടുത്ത് നദിക്കക്കരെ ചിതറിച്ചു കളയും. ഇങ്ങനെ പറഞ്ഞത് ആരാണ്? ഉത്തരം: അഹിയ പ്രവാചകൻ. 1 രാജാക്കന്മാർ 14-ാം അധ്യായം 2-15 വാക്യങ്ങൾ. അടുത്ത ചോദ്യം: മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പിൻ. ഇങ്ങനെ പറഞ്ഞത് ആരാണ്? ഉത്തരം: യോഹന്നാൻ സ്നാപകൻ. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 8-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം: നീ പരദേശിയും സ്വദേശഭ്രഷ്ടനുമല്ലോ, നിന്റെ സ്ഥലത്തേക്ക് തന്നെ മടങ്ങിപ്പോയിക്കൊള്ളുക. ആര് ആരോടാണ് ഇങ്ങനെ പറഞ്ഞത്? ഉത്തരം: ദാവീദ് ഇത്ഥായിയോട്. 2 ശമൂവേൽ 15-ാം അധ്യായം 19-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം: നിന്റെ വീട്ടിൽ നിന്ന് കാളയെയോ നിന്റെ തൊഴുത്തുകളിൽ നിന്ന് കോലാട്ടുകൊറ്റന്മാരെയോ ഞാൻ എടുക്കുകയില്ല. ഇങ്ങനെ പറഞ്ഞത് ആരാണ്? ഉത്തരം: ദൈവം. സങ്കീർത്തനങ്ങൾ 50-ാം അധ്യായം 9-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം: യഹോവയായ കർത്താവിൻ്റെ സന്നിധിയിൽ മിണ്ടാതിരിക്കുക. യഹോവയുടെ ദിവസം അടുത്തിരിക്കുന്നു. യഹോവ ഒരു യാഗസദ്യ ഒരുക്കി താൻ ക്ഷണിച്ചവരെ വിശുദ്ധീകരിച്ചുമിരിക്കുന്നു. ഇത് പറഞ്ഞിരിക്കുന്നത് ആരാണ്? ഉത്തരം: സെഫന്യാവ്. സെഫന്യാവിൻ്റെ പ്രവചനം 1-ാം അധ്യായം 7-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം: നീ അവനോട് ഇണങ്ങി സമാധാനമായിരിക്കുക, അതിനാൽ നിനക്ക് നന്മ വരും. ഇത് ആരുടെ വാക്കുകളാണ്? ഉത്തരം: എലീഫസിൻ്റെ. ഇയ്യോബിൻ്റെ പുസ്തകം 22-ാം അധ്യായം
1:21 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, ദുഷ്പ്രവൃത്തിക്കുള്ള ശിക്ഷാവിധി തൽക്ഷണം നടക്കായിക കൊണ്ട് മനുഷ്യർ ദോഷം ചെയ്യുവാൻ ധൈര്യപ്പെടുന്നു. ഇങ്ങനെ പറഞ്ഞത് ആരാണ്? ഉത്തരം സഭാപ്രസംഗി. സഭാപ്രസംഗിയുടെ പുസ്തകം 8-ാം അധ്യായം 11-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, യഹോവേ നീ എന്നെ സമ്മതിപ്പിക്കുകയും ഞാൻ സമ്മതിച്ചു പോവുകയും ചെയ്തു. നീ ബലം പ്രയോഗിച്ച് ജയിച്ചിരിക്കുന്നു. ഇത് ആരുടെ വാക്കുകളാണ്? ഉത്തരം ഇരമ്യാവിൻ്റെ. ഇരമ്യാവിൻ്റെ പ്രവചനം 20-ാം അധ്യായം 7-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, ബുദ്ധിയില്ലാത്ത മൗഢ്യതർക്കം ശണ്ട ജനിപ്പിക്കുന്നു എന്നറിഞ്ഞ് അതൊഴിഞ്ഞിരിക്ക. പറഞ്ഞിരിക്കുന്നതാര്? പുസ്തകം ഏതാണ്? ഉത്തരം പൗലോസാണ് പറഞ്ഞിരിക്കുന്നത്. പുസ്തകം 2 തിമോത്തിയോസ്. 2 തിമോത്തിയോസ് 2-ാം അധ്യായം 23-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, കരുണ കാണിക്കാത്തവന് കരുണയില്ലാത്ത ന്യായവിധി ഉണ്ടാകും. കരുണ ന്യായവിധിയെ ജയിച്ച് പ്രശംസിക്കുന്നു. ഇത് പറഞ്ഞിരിക്കുന്നത് ആരാണ്? പുസ്തകം ഏതാണ്? ഉത്തരം യാക്കോബാണ് പറഞ്ഞിരിക്കുന്നത്. യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായം 13-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, തിരുവെഴുത്തിലെ പ്രവചനമൊന്നും സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവാകുന്നതല്ല എന്ന് ആദ്യം തന്നെ നാം അറിഞ്ഞുകൊള്ളണം. ഇങ്ങനെ പറഞ്ഞതാരാണ്? പുസ്തകം ഏതാണ്? ഉത്തരം പറഞ്ഞത് പത്രോസ്. പത്രോസിൻ്റെ 2-ാം ലേഖനം 1-ാം അധ്യായം 20-ാമത്തെ വാക്യം. ആദ്യത്തെ ചോദ്യം, ഭക്ഷ്യവസ്തു ഉണക്കി സൂക്ഷിച്ചവർ ആരാണ്? ഉണക്കിയത് എന്താണ്? ഉത്തരം ഇസ്രായേൽ മക്കളാണ് ഭക്ഷ്യവസ്തു ഉണക്കി സൂക്ഷിച്ചത്. ഉണക്കിയത് കാടയിറച്ചി. സംഖ്യാപുസ്തകം 11-ാം അധ്യായം 31, 32 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, മുദ്രയിടരുത് എന്ന് പറഞ്ഞ പുസ്തകത്തിൽ മുദ്രയിട്ടേക്ക എന്ന് പറഞ്ഞത് എപ്പോഴാണ്? ഉത്തരം 7 ഇടിമുഴക്കിയത്. വെളിപ്പാട് പുസ്തകം 10-ാം അധ്യായം 4-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, ആദ്യമായി ഉടമ്പടി ചെയ്തത് ആരൊക്കെ തമ്മിലാണ്? ഉത്തരം അബ്രഹാമും അബീമേലേക്കും. ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം 27-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, ശൗലിൻ്റെ കാലത്ത് ഗണ്യമാക്കിയില്ല. എന്തിനെയാണ്? ഉത്തരം ദൈവത്തിൻ്റെ നിയമപ്പെട്ടകത്തെ. 1 ദിനവൃത്താന്തം 13-ാം അധ്യായം 1-4 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, അനുശോചനം അറിയിക്കുവാൻ പോയവരെ അപമാനിച്ചു വിട്ടത് ആരാണ്? ഉത്തരം അമ്മോന്യ രാജാവായ ഹാനൂൻ. 1 ദിനവൃത്താന്തം 19-ാം അധ്യായം 1-4 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, ജലപ്രളയത്തിന് ശേഷം ആദ്യമായി മകൻ ജനിച്ചത് ആർക്കാണ്? എത്രാമത്തെ വയസ്സിലാണ്? മകൻ്റെ പേര് എന്താണ്? ഉത്തരം ശേമിനാണ് ജലപ്രളയത്തിന് ശേഷം ആദ്യമായി മകൻ ജനിച്ചത്. 100-ാമത്തെ വയസ്സിൽ. മകൻ്റെ പേര് അർപ്പക്ഷാദ്. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം 10-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, കുല ചെയ്ത ശേഷം അമ്മയുടെ സ്വദേശത്തേക്ക് ഓടിപ്പോയ വ്യക്തി ആരാണ്? ഏതു ദേശത്തേക്കാണ് ഓടിപ്പോയത്?
ഉത്തരം, കുല ചെയ്ത ശേഷം ഓടിപ്പോയ വ്യക്തി അബ്ശാലോമാണ്. ഓടിപ്പോയത് ഗശൂരിലേക്ക്. 2 ശമൂവേൽ 3 അധ്യായം 3 വാക്യം, 13 അധ്യായം 37, 38 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, നമുക്ക് രക്ഷയുടെ കൊമ്പ് ഉയർത്തിയത് എവിടെയാണ്? ഉത്തരം, ദാവീദിന്റെ ഗ്രഹത്തിൽ. ലൂക്കോസിന്റെ സുവിശേഷം 1 അധ്യായം 71 വാക്യം. അടുത്ത ചോദ്യം, വിഭജിക്കപ്പെട്ട ഇസ്രായേലിന്റെ അവസാനത്തെ രാജാവ് ആരാണ്? ഉത്തരം, ഹോശേയ. 2 രാജാക്കന്മാർ 17 അധ്യായം 8 വാക്യം. അടുത്ത ചോദ്യം, ഇസ്രായേൽ തെറ്റിപ്പോയ കാലത്ത് വിശുദ്ധ മന്ദിരത്തിന്റെ കാര്യവിചാരണ നടത്തിയവർ ആരാണ്? ഉത്തരം, യഹൂദ. ഹോശേയുടെ പുസ്തകം 11 അധ്യായം 12 വാക്യം. അടുത്ത ചോദ്യം, ഞാൻ എൻ്റെ മടി കുടഞ്ഞ് ഈ വാഗ്ദാനം നിവർത്തിക്കാത്ത ഏവനെയും അവൻ്റെ വീട്ടിൽ നിന്നും ദൈവം ഇതുപോലെ കുടഞ്ഞു കളയട്ടെ. ഇത് പറഞ്ഞിരിക്കുന്നത് ആരാണ്? ഉത്തരം, നെഹമ്യാവ്. നെഹമ്യാവിൻ്റെ പുസ്തകം 5 അധ്യായം 13 വാക്യം. അടുത്ത ചോദ്യം, ദൈവവിളി ഉണ്ടായപ്പോൾ ജനത്തിന് കാളയുടെ മരക്കോപ്പ് കൊണ്ട് മാംസം പാകം ചെയ്തു കൊടുത്തതിന് ശേഷം ശുശ്രൂഷകനായി തീർന്നത് ആരാണ്? ഉത്തരം, എലീശ. 1 രാജാക്കന്മാർ 19 അധ്യായം 21 വാക്യം. അടുത്ത ചോദ്യം, ഇസ്രായേലിൻ്റെ സേനാപതിയായവനെ രാജാവാക്കി. രാജാവ് ആരാണ്? രാജാവാക്കിയത് ആരാണ്? ഉത്തരം, ഒമ്രി. രാജാവാക്കിയത് പടജനം. 1 രാജാക്കന്മാർ 16 അധ്യായം 16 വാക്യം. അടുത്ത ചോദ്യം, ഇതിനായിട്ട് ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നത് നിന്നിൽ എൻ്റെ ശക്തി കാണിക്കേണ്ടതിനും എൻ്റെ നാമം സർവഭൂമിയിലും പ്രസ്താവിക്കേണ്ടതിനും തന്നെ. ഇത് ആരെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം, ഫറവോനോട്. റോമാലേഖനം 9 അധ്യായം 17 വാക്യം. ഇന്നത്തെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുവാനും മടിക്കരുത്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.